ഒരേ കഥയെ സുപ്പീരിയർ ആയിട്ടുള്ള ടെക് ഉപയോഗിച്ച് വീണ്ടും വീണ്ടും പറയുക എന്ന പരിപാടിയല്ല ഇത്തവണ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിയൽ വേൾഡിൽ നിന്ന് ഗ്രിഡിലേക്ക് പോകുന്നതിന് പകരം ഇത്തവണ നേരെ ഓപ്പോസിറ്റ് ആണ് നടക്കുന്നത്. ലാസ്റ്റ് 2 തവണയും നമ്മൾ കണ്ടത് ഒരു യൂസറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണെങ്കിൽ ഇത്തവണ ഒരു എംപത്തറ്റിക് ആയിട്ടുള്ള പ്രോഗ്രാമിന്റെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ കാര്യങ്ങൾ കാണുന്നത്. AI ലേണിംഗ് ഒക്കെ കാര്യമായി നടക്കുന്ന ഈ കാലത്ത് ഒരു പ്രോഗ്രാമിലേക്ക് ഫീലിങ്സ് കൊണ്ടുവരിക എന്ന് പറയുന്നതൊക്കെ കേൾക്കാൻ രസമുള്ള ഐഡിയ ആണെങ്കിലും ഈ സിനിമയിൽ നമ്മൾ ഏരീസിനെ കാണുമ്പോൾ മുതൽ ആ ക്യാരക്ടറിന് ഒരു സോഫ്റ്റ് സൈഡ് ഉണ്ട്. ഏരീസിനെ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയുടെ ക്യാരക്ടർ നമ്മൾ കാണുമ്പോൾ അത് തമ്മിൽ ഒരു സുഖകരമല്ലാത്ത മിസ്മാച്ച് ഉണ്ട്. പഴയ സിനിമകളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള തീമുകളെ ഈ സിനിമയിൽ വേറെ രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ളത് സാമാന്യം രസകരമാണ്. ഈ പടത്തിലെ ട്രാൻസ്പോർട്ടേഷൻ സീക്വൻസ് ആദ്യം കണ്ടപ്പോൾ എഡ്ജ് ഓഫ് ടുമോറോ ഒക്കെയാണ് ഓർമ്മ വന്നത്. ഏതാണ്ട് അതുപോലെ ഒരു സിനിമാറ്റിക് മൊമെന്റ് ഇവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ എന്ന് തോന്നി. പക്ഷെ തിരക്കഥയ്ക്ക് കുറച്ചുകൂടെ ഫിലോസഫിക്കൽ സൈഡിലേക്കും റീകോൾ വാല്യൂ ഉള്ള എലമെന്റുകളിലേക്കും പോകാനായിരുന്നു താല്പര്യം.